അസ്സലാമു അലൈക്കും. ചോദ്യം ചോദിക്കാനുള്ള ആളുകൾക്ക് 10 കസേര പിന്നിലിട്ടിട്ടുണ്ട്. ആ 10 കസേരയിൽ നിന്ന് ഈ 2 പേരെ മാത്രമേ മുന്നോട്ട് കൊണ്ടുവരികയുള്ളൂ. അവർക്ക് ചോദിക്കാൻ പറ്റുകയുള്ളൂ. ആദ്യം വേങ്ങരയിലുള്ള ആളുകൾക്കാണ് ചോദ്യത്തിനുള്ള അവസരം നൽകുക. വേങ്ങരയിലുള്ള ആളുകൾക്ക് ചോദ്യത്തിനുള്ള അവസരം കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് അവസരം തരികയുള്ളൂ. അതുകൊണ്ട് വേങ്ങരയിലുള്ള ആളുകളെ ആദ്യമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ ഫൈസൽ മൗലവി സമർത്ഥിക്കാൻ ശ്രമിച്ചത് നേരത്തെ CM അലി അക്ബർ ഹാജി അദ്ദേഹമാണ് ആ ലഘുലേഖ ഇറക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത് പിന്നെ എനിക്കെതിരെ കളവാണ് എന്നാണ്. അദ്ദേഹം ലഘുലേഖ ഇറക്കാനുള്ള പ്രധാനമായ ഒരു കാരണം ഫൈസൽ മൗലവി മനാറുൽ ഹുദയിൽ നിന്ന് നമ്മുടെ പണ്ഡിതന്മാരായ കുഞ്ഞീദ് മദനി, അതേപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന AP അബ്ദുൽ ഖാദിർ മൗലവി, അമാനി മൗലവി എന്നിവരുടെ ചില പുസ്തകങ്ങളിലെ വാചകങ്ങൾ എടുത്ത് അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ പിന്നെ കുഞ്ഞീദ് മൗലവിയുടെ പുസ്തകം അഥവാ ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകം തന്നെ വായിച്ചാൽ അവിടെ സൃഷ്ടികളുടെ കഴിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ കഴിവാണ്. ഒരിക്കലും ജിന്നിൻ്റെ കഴിവെന്നോ അല്ലെങ്കിൽ പിന്നെ മലക്കിൻ്റെ കഴിവെന്നോ അവിടെ കുഞ്ഞീദ് മൗലവി ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ആ വാചകങ്ങൾ എഴുതിയിട്ട് അവസാനം പറയുകയാണ്, അപ്പോൾ ജിന്ന് മലക്ക് അടക്കമുള്ള സൃഷ്ടികൾ ഒന്നും തന്നെ അഭൗതികമല്ലെന്നും എന്ന് മൂപ്പരുടേതായിട്ടുള്ള ഒരു വ്യാഖ്യാനം അതിന് കൊടുത്താണ്. ഞാൻ ചോദിക്കട്ടെ, 30 വർഷത്തോളം ബഹുമാന്യനായ കുഞ്ഞീദ് മൗലവിയുടെ ഖുതുബകൾ കേട്ട ഒരുപാട് ആളുകൾ വേങ്ങരയിലുണ്ട്. ആദ്യം മനാറുൽ ഹുദയിലായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയത്. പിന്നീട് ടൗണിലേക്ക് മാറി. അവിടെയൊക്കെ നമ്മുടെ മൗലവി ഖുതുബ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും അദ്ദേഹം ജിന്നിനെ സംബന്ധിച്ചോ മലക്കിനെ സംബന്ധിച്ചോ ഈ രൂപത്തിൽ അവ അഭൗതികമല്ലെന്നും അതുകൊണ്ട് അവയോടുള്ള സഹായാർത്ഥന മാത്രമാണ് പ്രാർത്ഥന, സൃഷ്ടികൾക്കും അഭൗതികത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന സഹായാർത്ഥന മാത്രമാണ് പ്രാർത്ഥന എന്ന് ഇവിടെ ജിന്നിനെയോ മലക്കിനെയോ ഉദ്ദേശിച്ചിട്ട് മൗലവി പറഞ്ഞു. അങ്ങനെ ഒരു വാചകം ഈ പുസ്തകത്തിലുണ്ടോ എന്ന് ഫൈസൽ മുസ്ലിയാർക്ക് തെളിയിക്കാൻ സാധിക്കും. അഥവാ ജിന്ന് മലക്ക് അടക്കമുള്ള സൃഷ്ടികൾ ഒന്നും തന്നെ അഭൗതികമല്ല എന്ന വാചകം, ആ വാചകം ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ? ഇനി മാത്രമല്ല, ഈ ലഘുലേഖ ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഇത്തരം വിവാദങ്ങൾ നമ്മുടെ നാടുകളിൽ പ്രചരിക്കുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അഥവാ കുഞ്ഞീദ് മൗലവിക്കും അമാനി മൗലവിക്കും പണ്ടേ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളും അതന്നെ പറയണേ, നമ്മളെ ഉമ്മൻ്റെ ആളുകൾ തന്നെയാണ് എന്ന് ആളുകൾക്കിടയിൽ വേങ്ങരക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആദ്യമായി അദ്ദേഹം ഇത് ഇറക്കുകയും ഒരാൾക്ക് ഞാനിത് കൊടുത്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരാൾക്ക് എൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ടുള്ളൂ, എന്നാൽ പലർക്കും കൊടുത്തിക്കണേ, പലർക്കും ഇത് ഫോട്ടോസ്റ്റാറ്റ് എല്ലാവരും കയ്യിൽ എത്തും ചെയ്തത്. അതെങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല, അത് പച്ചക്കള്ളമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇത് അദ്ദേഹം തെളിയിക്കണം. അള്ളാഹുവിൻ്റെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാചകം ഉണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണ്. യഥാർത്ഥ നൗഫല് തെറ്റിദ്ധരിച്ചിട്ടാണ് ചോദിക്കുന്നത്. അവസാനം പറഞ്ഞ പച്ചക്കള്ളം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് അങ്ങോട്ടാണ് വരുന്നത്. നൗഫല്, നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ശൈലിയുടെ ആവശ്യമില്ല. അതായത് ഞാൻ പറഞ്ഞ വേങ്ങരയിൽ ഒരാൾക്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, രണ്ടാമതൊരാൾക്ക് ഞാൻ കൊടുത്തു തെളിയിക്കാൻ കഴിയില്ല. അത് ഞാൻ കൊടുത്തത് ബഹുമാനായ മജീദ് മൗലവിക്കാണ്. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം വീട്ടിലുണ്ടെന്ന് ഉറപ്പ് വരുത്തി വീട്ടിൽ ചെന്ന് ഔദ്യോഗികമായി ഇതാ മൗലിദ് ഞാൻ തയ്യാറാക്കിയതാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് കൊടുത്തതാണ്. അപ്പൊ ഞാൻ പറയട്ടെ, 5 മിനിറ്റുകൾ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഇതിൽ വല്ല പൂഴ്ത്തിവെപ്പും എനിക്കുണ്ടെങ്കിൽ ഞാൻ മൗലിന്റെ വീട്ടിൽ പോയി നയിക്കുന്നതിനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതേസമയം പുറത്ത് പലർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, വേങ്ങര അല്ലാതെ. ഞാൻ പറഞ്ഞ വാചകം തന്നെ അങ്ങനെയാണ്. വേങ്ങരയിൽ ഞാൻ മജീദ് മൗലവിക്ക് അല്ലാതെ ഒരാൾക്ക് കൊടുത്തു. ഞാൻ മൂപ്പരോടെ ഞാൻ പറഞ്ഞതും ഈ വാചകം ഞാൻ പറഞ്ഞതും അദ്ദേഹത്തോട് തന്നെയാണ്.
ഞാൻ നൗഫലിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ ആ വാക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതും ആരോടാണ്? മൗലവിയോടാണ്. മജീദ് മൗലവിയോട് ടൗൺ പള്ളിയിൽ വെച്ച് കഴിഞ്ഞ 4 ദിവസം മുമ്പ് കൂടിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇത് താങ്കൾക്കല്ല, ഞാൻ ഇവിടെ തന്നിട്ടില്ല, പക്ഷെ ഇവിടെ പതിനെ കയ്യിലും എത്തി. അപ്പോൾ അത് എവിടുന്ന് പോയി? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ല. ശരി, ഓക്കെ, വേറെ എവിടെ നിങ്ങൾ വന്നതായിരിക്കും. അപ്പൊ അതാണ് വിഷയം, അതിന് കൂടേണ്ട കാര്യമില്ല. അതേസമയം പുറത്ത് ചോദിച്ച ഇല്ല, ഞാൻ കൊടുത്ത് അപ്പം തന്നെ വാങ്ങി, കൊടുത്ത് അപ്പം തന്നെ വാങ്ങി. ഞാൻ കുഞ്ഞോമാഷിക്ക് കൊടുത്തു, അപ്പം തന്നെ അദ്ദേഹം തിരിച്ചേൽപ്പിച്ചു. അതല്ല വിഷയം. ഉണ്ട്, അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം നോക്കി തിരിച്ചു തന്നു, അതാണ് സംഗതി. അതാണ് പ്രശ്നം. അത് ശരി. പിന്നെ അപ്പൊ ഏതായിരുന്നാലും കുഞ്ഞീദ് മദനിയുടെ വാചകം ഞാൻ എടുത്ത് ഉദ്ധരിച്ചത് എന്താ? അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ കൊടുത്തത്? അഭൗതികമായ മാർഗത്തിൽ ഒരു ഗുണലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള അർത്ഥന മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥനയൊന്നും പ്രാർത്ഥന അല്ല. അതാണ് ഒരു വാചകം ഈ പുസ്തകത്തിന്റെ 12ാമത്തെ പേജ്. പിന്നീട് 13ാമത്തെ പേജ്, അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധത്തിന് അതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ടെന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. ആ വിധത്തിലുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ, വിനയം, വിധേയത്വം, സ്നേഹം, ഭയം, ഭരമേൽപ്പനം, ധനവ്യയം, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച, വഴിപാട് തുടങ്ങിയ സർവ കാര്യങ്ങളും ആരാധനയുടെ വകുപ്പിൽ ഉൾപ്പെടുന്നു. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നവനെ നോക്കുക, അവന്റെ അവയവങ്ങളും ശരീരവും ഇബാദത്തിൽ മുഴുകി ഇരിക്കുകയാണ്. അവിടെ നമസ്കാരവും നോമ്പുമൊന്നും ഇല്ലല്ലോ. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതുകൊണ്ട് ഇബാദത്തിന് അർഹൻ അവൻ മാത്രമാണ്. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വാചകം അങ്ങനെ തന്നെ ഈ പുസ്തകത്തിലുണ്ട്. എന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വാചകം ഞാൻ എഴുതി. അപ്പോൾ ജിന്ന്, മലക്ക് അടക്കമുള്ള സൃഷ്ടികൾ ഒന്നും തന്നെ അഭൗതികമല്ലെന്നും മൗലവി പറഞ്ഞത് എന്താണ്? അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അഭൗതികമായ കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതിനെന്താ മനസ്സിലാക്കുക? ജിന്നിനും മലക്കിനും കഴിവുണ്ട് എന്നാ മനസ്സിലാക്കുക? ഇല്ല എന്നാ മനസ്സിലാക്കുക? ലോകരക്ഷിതാവിന് മാത്രമേ കഴിവുള്ളൂ, പടപ്പിൽ ആർക്കുമില്ല എന്ന് പറഞ്ഞാൽ ജിന്നിനും മലക്കിനുണ്ട്, അല്ലാത്തവർക്കില്ല എന്ന ഉദ്ദേശം എന്നാണ് എന്ന് എവിടുന്ന കിട്ടുക? അതല്ല, ജിന്നും മലക്കും ഈ പറഞ്ഞ കഴിവൊക്കെ ഉണ്ട് എന്നാണോ കുഞ്ഞീദ് മൗലവി പഠിപ്പിച്ചത്? അഭൗതികമായ കഴിവ് ജിന്നിനുണ്ട് മലക്കിനുണ്ട് എന്ന് കുഞ്ഞീദ് മൗലവി പറഞ്ഞു എന്നാണോ? അതോ ഒരൊറ്റ പടപ്പിനും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് പടച്ച എല്ലാ പടപ്പും പെട്ടു. അത് നായയും പൂച്ചയും പട്ടിയും അതേപോലെ ഉറുമ്പും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം പെട്ടു. റഹ്മാനായ റബ്ബിന്റെ പടപ്പ് ഏതെല്ലാം ഉണ്ടോ അതാണ്. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. ഇനി ആ പറഞ്ഞത് ജിന്നും മലക്കും പെടൂലെങ്കിൽ അതാണ് പ്രത്യേകം പറയേണ്ടത്. അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ എന്നും പറഞ്ഞു, പടപ്പിന് ആർക്കും ഇല്ല എന്നും പറഞ്ഞു. അപ്പൊ അത് ഞാൻ അള്ളാഹ്ക്ക് മാത്രമല്ല ജിന്നിനും മലക്കിനുള്ള കഴിവ് അഭൗതികം തന്നെയാണ് എന്ന് മൗലവി പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ അതല്ലേ കാണേണ്ടത്? അതോ ഈ വാചകത്തിൽ നിന്ന് ജിന്നും മലക്കിനും അഭൗതിക കഴിവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ തെറ്റാണ് എന്നാണോ നൗഫൽ പറയണത്? ജിന്നും മലക്കിനും അഭൗതിക കഴിവുണ്ട് എന്നാണോ നൗഫലിന്റെ വിശ്വാസം? നിങ്ങളെ വിശ്വാസം തർക്കിക്കല്ല. നിങ്ങളെ വിശ്വാസം അഭൗതിക കഴിവ് ജിന്നിനും മലക്കിനും ഉണ്ട് എന്നാണോ? ഇവിടെ പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം തന്നെ നമുക്കൊക്കെ മെസ്സേജ് അയച്ചാണ്. കാരണം നിങ്ങൾക്കെതിരെ ശരിക്കും ആരോപിക്കുന്നുണ്ട്. കുഞ്ഞീദ് മദനി നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ജിന്നും മലക്കും അഭൗതികമല്ല എന്ന വാചകം കുഞ്ഞീദ് മദനിയുടെ ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ആ വാചകം ഈ ബുക്കിൽ ഉണ്ട്. ഞാൻ എവിടെ എഴുതിയത്? അല്ല, അപ്പോൾ ജിന്ന് മലക്ക് അടക്കമുള്ള സൃഷ്ടികൾ ഒന്നും തന്നെ അഭൗതികമല്ലെന്നും എന്നാൽ ഏതൊരു സൃഷ്ടിക്കും അഭൗതികത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന മാത്രമാണ്
പ്രാർത്ഥന എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കിയാ പറഞ്ഞത്. അതെ, മനസ്സിലാക്കിയാ പറഞ്ഞത്. ഇത് വളരെ നൗഫൽ ഇത് വളരെ ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. കുഞ്ഞീത് മൗലവി എഴുതി എന്താ, ജിന്നും മലക്കും ഭൗതികമാണെന്ന് കുഞ്ഞീത് മൗലവി എഴുതി ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പറയാം. ജിന്നും മലക്കും ഭൗതികമാണ് എന്ന് കുഞ്ഞീത് മൗലവി എഴുതി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം അതെവിടെ. ഞാൻ പറഞ്ഞെന്താ, കുഞ്ഞീത് മൗലവി എഴുതിയത് അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, അവന്റെ പടപ്പിൽ ആർക്കും കഴിവില്ല. അതിന് എനിക്കെന്ത് മനസ്സിലായി? ഒരു പടപ്പിനും ഇല്ല. നൗഫൽ എന്ത് മനസ്സിലായി? ചില പടപ്പിനൊക്കെ ഉണ്ട്. അതല്ലേ ഇപ്പൊ ഉള്ളത്, അതല്ലേ ഉണ്ടായത്. കുഞ്ഞീത് മൗലവിയുടെ വാചകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താ, അള്ളാഹ്ക്ക് മാത്രമേ ആ കഴിവുള്ളൂ, ഒരൊറ്റ പടപ്പിനില്ല. നൗഫൽ മനസ്സിലാക്കി അല്ല, കുഞ്ഞീത് മൗലവി അങ്ങനെയൊക്കെ എഴുതിയിരിക്കണമെങ്കിലും ജിന്നിനും മലക്കിനും അങ്ങനത്തെ കഴിവൊക്കെ ഉണ്ട് എങ്കിൽ അത് കുഞ്ഞീത് മൗലവി ഇവിടെ പറഞ്ഞു. അതാണ് നൗഫൽ പറയേണ്ടത്. ജിന്നിനും മലക്കിനും അഭൗതിക കഴിവുണ്ട് എന്ന് കുഞ്ഞീത് മൗലവി എവിടെ എഴുതി? അങ്ങനെ വാചകം കാണിച്ചു തരാൻ പറ്റുമോ? അഭൗതിക കഴിവ് ചോദ്യം മാറാൻ പറ്റൂല. ചോദ്യം അടുക്കട്ടെ, വളരെ പ്രസക്തമായ ചോദ്യമാണ്, വളരെ പ്രസക്തമാണ് ചോദ്യം. വേണ്ട മിണ്ടാ എന്നാ കേൾക്കും. വേണ്ടാന്ന് കേൾക്കുന്നുണ്ട്. ഈ 3 ആളുകളുടെയും പിന്നെ ഇത് കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിങ്ങൾ ഇതിലൂടെ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാദം എന്താണ്? ഇവരൊക്കെ ജിന്ന് മലക്ക് എന്നുള്ള ഈ സൃഷ്ടികൾ അത് ഭൗതിക സൃഷ്ടികളാണ്, അവയൊന്നും അഭൗതികമല്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് താങ്കൾ ഇത് എഴുതുന്നത്. കാരണം അവരുടെ വാചകങ്ങളിൽ അങ്ങനെ ഒരു ഇതില്ല, ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതല്ല ഇല്ലാത്ത ഒരു ഗ്രന്ഥകാരനെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞത് കുഞ്ഞീത് മൗലവി എഴുതിയ വാചകം എന്താ, അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ, ഒരു പടപ്പിനും ആ കഴിവില്ല എന്ന് മൗലവി എഴുതിയത് അങ്ങനെ തന്നെ ഞാൻ കൊടുത്തു. അതിൽ ഞാൻ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ നൗഫലിന് പറയാം ഇത് നിങ്ങൾക്ക് കൃത്രിമം കാണിച്ചു. ശേഷം ഞാൻ എഴുതി, അപ്പോൾ ജിന്ന് മലക്ക് അടക്കമുള്ള സൃഷ്ടികൾ ഒന്നും തന്നെ, ജിന്നും മലക്കും മാത്രമല്ല, ജിന്നും മലക്കും അടക്കമുള്ള സൃഷ്ടികൾ ഒന്നും തന്നെ അഭൗതികമല്ലെന്നും അവർ എന്നാൽ ഏതൊരു സൃഷ്ടിക്കും അഭൗതികത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന സഹായാർത്ഥന മാത്രമാണ് പ്രാർത്ഥന എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അത് മനസ്സിലാകാത്തുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ശേഷം ഉമർ മൗലവിയെയും അതേപോലെ അമാനി മൗലവിയെയും AP അത് കൊടുത്തത്. ബോധപൂർവം തന്നെയാണ്. കാരണം AP എഴുതി ജിന്നുകളെ പ്രവർത്തനത്തെ പറ്റി തന്നെ എഴുതി, ഇവിടെ ജിന്നിനനുസൃതമായ ശക്തിയാണ് പ്രവർത്തിക്കാധാരമായി പറഞ്ഞിട്ടുള്ളത്, അഭൗതികതയുടെ പ്രശ്നമില്ല. ഇവിടെ ഈ മറുപടിയിൽ ജിന്നിനനുസൃതമായ ശക്തിയാണ് പ്രവർത്തിക്ക് ആധാരമായി പറഞ്ഞിട്ടുള്ളത്, അഭൗതികതയുടെ പ്രശ്നമില്ല. അവിടെ ജിന്ന് എന്നുള്ള വാക്കന്നെ വന്നു, ജിന്ന് എന്ന വാക്കന്നെ വന്നു, അതിൽ അഭൗതികത ഇല്ല. അത് വിചിന്തനത്തിനും വന്നു ജിന്നും മലക്കും. അത് ഞാൻ നേരത്തെ വായിച്ചത്. വിചിന്തനത്തിൽ വന്നു ജിന്നും മലക്കും, അവരുടെ കാര്യകാരണ ബന്ധങ്ങൾ നമുക്കറിയില്ല എങ്കിലും കണ്ടോ, മലക്കുകളുടെയും ജിന്നുകളും മനുഷ്യർക്ക് അദൃശ്യരാണെങ്കിലും ഭൗതിക ലോകത്ത് വർത്തിക്കുന്നു എന്നതിന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളം തെളിവുകളുണ്ട് എന്ന് ഒരു സ്ഥലത്ത്. മറ്റേ രംഗത്ത് എന്ത് പറഞ്ഞു? ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹ് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ഇതെല്ലാം ഞാൻ കൊടുത്തു. ഈ വിചിന്തനം കൊടുത്തിട്ടുണ്ട്, AP-യുടെ പുസ്തകം കൊടുത്തിട്ടുണ്ട്, കുഞ്ഞീത് മൗലവിന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലായി. കുഞ്ഞീത് മൗലവിന്റെ ആദ്യം കൊടുത്തു, എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി അള്ളാഹ്ക്ക് മാത്രമേ അഭൗതികമുള്ളൂ, ഒരു പഠിപ്പിനുമില്ല. ശേഷം AP-ന്റെ കൊടുത്തു, ജിന്നിന്റെ കഴിവ് അഭൗതികമല്ല എന്ന് തന്നെ പറഞ്ഞു. അമാനി മൗലവി എഴുതി കാര്യകാരണ ബന്ധം, അതേപോലെ ഉമർ മൗലവി എഴുതി കാര്യകാരണ ബന്ധം. ശേഷം വിചിന്തനം എഴുതി ജിന്നിന്റെ അഭൗതികമെന്ന് ബുദ്ധിയും വകതിരിവുമുള്ളവൻ പറയില്ല.
അപ്പൊ ഇനി അത് പറയണമെങ്കിൽ എനിക്ക് ബുദ്ധിയും പകതിയും നഷ്ടപ്പെടണം, അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അത് നഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ഞാനത് ഉള്ള പോലെ പറഞ്ഞേ ഉള്ളൂ. അതിലെന്താ അബദ്ധമുള്ളത്? എന്നിട്ട് ഇതിനാണോ അപ്പൊ ഈ നോട്ടീസിൽ നൗഫലിനടക്കം പങ്കുണ്ട് എന്നാണോ ഇതിനർത്ഥം? എങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ നൗഫലിനെ ആക്ഷേപിക്കുന്നില്ല, തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് നേർക്ക് നേരെ വന്ന് ചോദിക്കാമായിരുന്നു എന്നോട്. ഈ നോട്ടീസ് എഴുതിയ CM-നോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ചോദിച്ചുകൂടാ? അദ്ദേഹം ഈ നോട്ടീസ് ഉണ്ടാക്കാൻ പോകുന്നതിന് തലേന്നും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാലെങ്കിലും ചോദിക്കാമല്ലോ, അല്ല എന്താ അങ്ങനെ സംഗതി? അത് നിങ്ങളാരും ചെയ്തിട്ടില്ല. അതേസമയം വേങ്ങരയിൽ നേർക്ക് നേരെ വന്ന് കണ്ട് ചോദിച്ച ധാരാളം മനുഷ്യന്മാരുണ്ട്, ഓർക്ക് ആർക്കും പരാതിയുമില്ല. അപ്പൊ അതുകൊണ്ട് നൗഫൽ തെറ്റിദ്ധാരണ തിരുത്തണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. സഹോദരങ്ങളെ, 10 മണി വരെയാണ് നമുക്ക് സമയമുള്ളത്. അതുകൊണ്ട് 10 മണിക്കുള്ളിൽ പരമാവധി ചോദിക്കാൻ ശ്രമിക്കുക. പരമാവധി ചോദ്യം ചുരുക്കി ചോദിച്ചാൽ മതി. കൊടുത്തു, നൗഫലിന് കൊടുത്തു, ചോദിക്കട്ടെ. ലത്തീഫൊക്കെ കൊടുക്കി ചോദിക്കട്ടെ. എനിക്ക് ഫൈസൽ മൗലവിനെ പറ്റി ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ പറയാനുള്ള കാരണം ഈ വചനങ്ങൾ വെച്ചിട്ട് ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. തെറ്റിദ്ധരിപ്പിക്കല്ല, ശരിധരിപ്പിക്കുക. ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, ജിന്നോ മലക്കോ അഭൗതികമല്ല എന്ന വാചകം അങ്ങനെ തന്നെ അല്ലേ? ഒരു മിനിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട, നോക്കട്ടെ, പറണ്ട. അതെ ഞാൻ ചോദിക്കുന്നുള്ളൂ, മനസ്സിലായല്ലോ. അതിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചില്ല, അതിലില്ല നിങ്ങൾ പറഞ്ഞോ. ജിന്നോ മലക്കോ എന്നുള്ള ഒരു മിനിറ്റ്, നമ്മൾ ദീനി സദസ്സാണ്, ദീനു പഠിക്കാനുള്ള സംവിധാനമാണ്. നമ്മൾ ആ നിലക്ക് മാത്രം കാണാം. ഇതെല്ലാവരും പരസ്പരം, ആരും നമ്മൾ പുറത്തുള്ളത് നൗഫലും നമ്മളെ ആളുകൾ ഞാനും തന്നെ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇവിടെ ആരും അകത്തും പുറത്തുമില്ല. നമുക്ക് നേർക്ക് നേരെ ദീൻ പഠിക്കാനുള്ള സംവിധാനം നമ്മൾ കാണാവൂ, അല്ലാത്ത രീതികൾ ശരിയല്ല. അപ്പൊ ജിന്ന് മലക്ക് അടക്കമുള്ള സൃഷ്ടികൾ ഒന്നും തന്നെ അഭൗതികമല്ല എന്ന വാചകം അതില്ല എന്ന് ഫൈസൽ മൗലവി എഴുതിയിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, ഇല്ല എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ മാറിയോ? തെറ്റിദ്ധാരണ മാറിയോ? ഞാൻ എഴുതി എന്ന തെറ്റിദ്ധാരണ മാറിയോ? നിങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇതിന്റെ എന്ന് മനസ്സിലാക്കാന്ന് എഴുതി. കുഞ്ഞീത് മദനി എഴുതി എന്ന് ഞാൻ എഴുതിയിട്ടില്ല. അതെ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അത് നൗഫലിന് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഒരു മിനിറ്റ്, നൗഫലിന് മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞീത് മദനിയുടെ ആ വാചകത്തിൽ നിന്ന് അല്ലാഹു തആലാക്ക് മാത്രമേ അഭൗതികമായ കഴിവുള്ളൂ എന്നും പടപ്പിൽ ആർക്കും അഭൗതിക കഴിവില്ല എന്നും എഴുതിയതിൽ നിന്ന് ജിന്നും മലക്കിനും അഭൗതിക കഴിവുണ്ട് എന്നാണോ ഇല്ല എന്നാണോ നൗഫലിന് മനസ്സിലായത്? നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത അതെ, ഇത് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് എനിക്കും ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഇനി രണ്ടാമത്തെ നൗഫൽ നല്ലൊരുക്ക് ഒരു കാര്യം കൂടെ. കുഞ്ഞീത് മദനി എഴുതിയതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. എന്നോട് ഇവിടെ ഈ പ്രദേശത്തെ പലരും പറഞ്ഞത് മൗലവിയുടെ വാചകം നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു എന്നാണ്. അപ്പൊ അതില്ലാന്ന് ഇപ്പൊ ഏതായാലും ക്ലിയർ ആയല്ലോ. ഇനി ജസ്റ്റ് നമ്മൾ പരസ്പരം നമ്മളെ ബന്ധത്തിന്റെ പേരിൽ ചോദിക്കട്ടെ. മൗലവി എഴുതിയ വാചകം അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ഈ ഇസ്ലാമിന്റെ ജീവൻ എന്ന ഈ ബുക്കും ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന ബുക്കും, ഈ 2 ബുക്കിലും വന്ന സമാനമായ പരാമർശം. ഇത് രണ്ടിലും വന്നത് എന്താ? അഭൗതികമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രമേയുള്ളൂ, അവന്റെ പടപ്പുകളിൽ ആർക്കും ആ കഴിവില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ജിന്നിനും മലക്കിനും അഭൗതികമായ കഴിവുണ്ട് എന്നാണോ, അതോ ജിന്നിനും മലക്കിനും അഭൗതികമായ കഴിവില്ല എന്നാണോ? നൗഫലിന് എന്താ മനസ്സിലായത്? എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിവുകൾ മാത്രം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളെയോ അത് പിന്നെ വ്യാഖ്യാനിക്കണോനോ വ്യാഖ്യാനിക്കാം. ആ രൂപത്തിൽ ഫൈസൽ മൗലവി അങ്ങനെ വ്യാഖ്യാനിച്ചു, നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാൻ പറയുന്നത് പിന്നെ എന്താ വെച്ചാൽ ജിന്ന് മലക്ക് അത് അദൃശ്യമായ സൃഷ്ടികളാണ്, അത് ഞാനും മനസ്സിലാക്കി. അദൃശ്യ ശക്തികളായ ജിന്ന്. ഞാൻ അമാനി മൗലവിന്റെ ഒരു ഉദ്ധരണി വായിക്കാം. ഞാനും അംഗീകരിക്കുന്നു. അല്ല, ഇപ്പൊ ചോദിച്ചതല്ല അദൃശ്യമാണെന്ന കാലത്ത് തർക്കമില്ല. അത് നേരത്തെ വിശകലനത്തിൽ ഞാൻ പറഞ്ഞു ജിന്നുകൾ അദൃശ്യരാണ്. ഉദാഹരണവും പറഞ്ഞു, ലാബ് കൊണ്ടായാൽ പോലും ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അള്ളാഹുവിന് മാത്രമേ അഭൗതിക കഴിവുള്ളൂ എന്നും പടപ്പുകളിൽ ആർക്കും ആ കഴിവില്ല എന്നും എഴുതിയിൽ നിന്ന് ആ പടപ്പിൽ ജിന്നും മലക്കും പെടൂലേ? മൗലവിന്റെ ആ 2 പുസ്തകം വായിച്ചിട്ട് ഫൈസൽ മൗലവി അഭൗതികതയ്ക്ക് ഈ രൂപത്തിൽ നൽകിയ വ്യാഖ്യാനമല്ല, മറിച്ച് പിന്നെ അദൃശ്യ ശക്തികൾ
എന്നതാണ് മൗലവി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദൃശ്യരായ ശക്തികൾ അല്ല, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ല, അഭൗതികതയ്ക്ക് ഈ രൂപത്തിലുള്ള ഒരു എങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു. അദൃശ്യരായ ശക്തികളാണ് ജിന്നും മലക്കും, അത് നമുക്ക് സംശയമില്ല. അദൃശ്യരുമാണ്, അജ്ഞാതരുമാണ്. അജ്ഞാതർ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് അറിവ് കിട്ടാൻ വഹയിലൂടെ അല്ലാത്തൊരു മാർഗം നമുക്കില്ല. ജിന്നുണ്ട് നമ്മൾ അറിഞ്ഞത് എവിടുന്ന? അള്ളാഹു റസൂലും പറഞ്ഞതുകൊണ്ടാണ്. അല്ല, നമ്മളാണ് നടന്നു പോകുമ്പോൾ ഈ കാലം ജിന്ന് അറിഞ്ഞിട്ട് അജവറുണ്ടല്ലേ എന്ന് മനസ്സിലാക്കിയിട്ടില്ല. വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ജിന്നും മലക്കും ഉണ്ട് എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലായത്. ആ ജിന്നുകൾ അവര് പിതാവും മക്കളുമായി വസിക്കുന്നുവെന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. അവര് ജോലിസിനെ സഹായിക്കുന്നുവെന്ന് നബിയാണ് പഠിപ്പിച്ചത്. അവര് സാഹിറിനെ സഹായിക്കുന്നുവെന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഖുർആനും ഹദീസിലും വന്നു. അപ്പൊ ഈ സൃഷ്ടികൾ അവർക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് അള്ളാഹും റസൂലും പറഞ്ഞുവോ അതെല്ലാം ഉണ്ട്. എന്നാൽ ആ കഴിവൊന്നും അഭൗതികം എന്ന് പറയാൻ പറ്റില്ല. അതാണ് AP അബ്ദുൽ ഖാദർ എഴുതിയത്. സുലൈമാൻ നബിയോട് ഇരുന്നോളി. സുലൈമാൻ നബിയോട് ഇഫ്രീത്ത് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. സുലൈമാൻ നബിയോട് ഇഫ്രീത്ത് പറഞ്ഞ മറുപടി എന്താ? അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. താങ്കളുടെ സഭയിൽ നിന്ന് താങ്കൾ എണീക്കുന്നതിന് മുമ്പ് ഞാൻ താങ്കൾക്ക് കൊണ്ടുവന്ന് തരാം. വ ഇന്നി അലൈഹി ലഖവിയ്യുൻ. ഞാൻ അതിന് കഴിവുള്ളവനാണ്. അപ്പൊ ജിന്നിന് കഴിവുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടി. ആ കഴിവ് നമുക്ക് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. സുലൈമാൻ നബിക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. നമുക്ക് കീഴ്പ്പെടുത്തപ്പെട്ടിട്ടില്ല, അത് നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതേസമയം ജ്യോത്സ്യന്മാരും സിദ്ധന്മാരും തങ്ങന്മാരും ബീവിമാരുമായ ശൈത്താന്റെ ഏജന്റുമാർ ശൈത്താനെ പൂജിച്ച് ശിർക്ക് ചെയ്ത് കുഫ്ർ ചെയ്ത് തോന്നിവാസം ചെയ്ത് ബാത്തിലിന്റെ പിന്നാലെ പോയി ശൈത്താനെ സ്വന്തം ആളായി മാറുമ്പോൾ ആ ശൈത്താൻ അവനെ സഹായിക്കുന്നു. ഇത് ഖുർആനെ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞ കാര്യമാണ്. ഇത് നമ്മൾ തർക്കമില്ല അംഗീകരിച്ച കാര്യവുമാണ്. ഉസ്മാൻ സാഹിബിന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകത്തിൽ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അവരൊക്കെ മനുഷ്യ ജീവിതത്തിൽ ചില രംഗത്തെങ്കിലും ഇടപെടുന്നുണ്ട്. ഈ ഇടപെടൽ അഭൗതികമല്ല. ഈ ഇടപെടൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമല്ല. അവരുടെ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതേ അവർ ചെയ്യൂ. എന്നാൽ അതിനപ്പുറം കഴിയുമെന്ന് വിശ്വസിച്ചവർ ലോകത്തുണ്ട്. മക്കത്തെ മുസ്ലിക്കീങ്ങൾ അത് വിശ്വസിച്ചിട്ടുണ്ട്. ലോകത്ത് പലരും അത് വിശ്വസിച്ചിട്ടുണ്ട്. അവർക്ക് അപ്പുറമായിട്ടും കൽപ്പിക്കുന്ന മനുഷ്യന്മാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് ജിന്നിനോടുള്ള ഏത് ചോദ്യവും ശിർക്കായി മാറുകയും ചെയ്യും. അത് ജിന്നിനോട് മാത്രമല്ല മനുഷ്യനോടും ആയിത്തീരും. മനുഷ്യനോട് ചോദിച്ചാലും അതാണ് മൗലവി എഴുതിയത്. ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അഭൗതിക കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. ഒന്നുകൂടി പറഞ്ഞുതരാം. നൗഫൽ ഏതായാലും ഒരു അൻസ്വാരിയാണല്ലോ. അപ്പൊ ഈ ഇബാദത്തിന് നമ്മൾ മുമ്പ് പഠിപ്പിച്ച സുന്നികളോട് നമ്മൾ പറഞ്ഞ നിർവചനമുണ്ട്. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി. അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവുമാണ് ആരാധന. ഈ അങ്ങേ അറ്റം എന്നത് സംഭവിക്കുന്നത് ഈ അഭൗതികത വകവെക്കുമ്പോഴാണ്. ജിന്നിനോ മലക്കിനോ മനുഷ്യനോ കല്ലിനോ ഏത് സൃഷ്ടിക്കും അഭൗതികത ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ അഖ്സാ ഗായത്ത് വന്നു. അത് വന്നു കഴിഞ്ഞാൽ അതിനോടുള്ള ഏത് വികാരവും ശിർക്കായി മാറും. അത് സഹായം ചോദിക്കൽ മാത്രമല്ല, ജിന്നിനെ പേടിച്ചാലും ശിർക്കാവും ആ നിലക്കാണെങ്കിൽ, ജിന്നിനെ ബഹുമാനിച്ചാലും ശിർക്കാവും ആ നിലക്കാണെങ്കിൽ, ജിന്നിനോടുള്ള എന്തൊരു താഴ്മയും ശിർക്കാവും. സാധാരണ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ജാടത്തേക്ക് പണമെറിയുന്ന അന്ധവിശ്വാസം നമ്മൾ കാണലുണ്ട്. ഓൻ എറിയുന്ന ഏറ് ശിർക്കാണ്. അമ്പലത്തിന് മുന്നിലൂടെ പോകുന്ന ഹൈന്ദവൻ കൈ ഇങ്ങനെ കാണിക്കുന്നു, അതും ശിർക്കാണ്. എന്തുകൊണ്ട്? അവിടെ നിന്ന് അഭൗതികമായ ഗുണദോഷം ഇവൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കൈകൂപ്പൽ ഇബാദത്തായി, ഈ പണമെറിയൽ ഇബാദത്തായി. അതുകൊണ്ടാണ് നേർച്ചപ്പെട്ടിക്ക് പൈസ ഇട്ടാൽ ശിർക്ക് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നൂല് കെട്ടി ഏലസ് കെട്ടിയ ശിർക്ക് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സത്യം ചെയ്യൽ ശിർക്ക് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ബലികർമ്മം ശിർക്ക് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് താഴ്മയും വിനയവും സ്നേഹവും ഭയവും ശിർക്ക് എന്ന് പറഞ്ഞത്. അള്ളാഹിനെ സ്നേഹിക്കൽ ഇബാദത്താണ്, എന്നാൽ ഉമ്മയെ സ്നേഹിക്കൽ ഉമ്മാക്കുള്ള ഇബാദത്തല്ല. എന്നാൽ അള്ളാഹിനെ സ്നേഹിക്കുന്ന മാനദണ്ഡത്തിൽ ഒരു അന്ധവിശ്വാസി തങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം എത്ര ചെറുതാണെങ്കിലും അത് അഖ്സാ ഗായത്താണ്. അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവുമാണ്. അതുകൊണ്ട് തങ്ങളെ റൂമിലേക്ക് ഖുറാഫി കയറുമ്പോൾ വാൻ ചെരുപ്പഴിച്ച് ചില കയറുള്ളൂ. അത് അകത്ത് ചളിയാവുന്ന പേടിച്ചിട്ടല്ല, ചെരുപ്പിട്ട് കയറാൻ കഴിഞ്ഞ മുട്ടിങ്ങനെ വിറക്കും. ആ ചെരുപ്പഴിക്കൽ പോലും
അവർക്കുള്ള ഇബാദത്തായി മാറി. ഈ വിനയവും ഈ താഴ്മയും ഈ ഭയവും അതാ മൗലവി എഴുതിയത്. അത്തരം കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ, വിനയം, വിധേയത്വം, സ്നേഹം, ഭയം, ബലമേൽപ്പനം, ധനവ്യയം, അന്നപാനാദികൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച, വഴിപാട് തുടങ്ങിയ സർവ്വ കാര്യങ്ങളും ആരാധനയാണ്. അപ്പൊ സഹായം ചോദിക്കൽ മാത്രമല്ല, സഹായം ചോദിക്കലൊക്കെ ആരാധനയാണെങ്കിൽ പേടിക്കലൊക്കെ ആരാധനയാണ്, സ്നേഹിക്കലൊക്കെ ആരാധനയാണ്, താഴ്മയെല്ലാം ആരാധനയാണ്, വണക്കമെല്ലാം ആരാധനയാണ്, പണം ചെലവഴിക്കൽ ആരാധനയാണ്, അവയവങ്ങളുടെ ചലനം പോലും ആരാധനയാണ്. അതാണ് മൗലവി ഞങ്ങളൊക്കെ പഠിപ്പിച്ച തൗഹീദ്. ആ തൗഹീദിൽ നിന്ന് ലവലേശം പോയിട്ടില്ല. അതാണ് വിചിന്തനത്തിലും വന്നത് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ഇനി വല്ലതും ഉണ്ടെങ്കിൽ നൗഫൽ ചോദിക്കാം. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു, ഒരു പ്രയാസഘട്ടത്തിൽ, ആ സന്ദർഭത്തിൽ നമ്മൾ ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുമോ? ശിർക്കാവുകയില്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും പെട്ടിയിലെങ്കിലും ശിർക്കാകുന്ന വിളി ശിർക്കന്നെ. അതിന് പ്രതിസന്ധി പോയി അകപ്പെടേണ്ട ആവശ്യമില്ല. നേർക്ക് നേരെ ഇപ്പൊ ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത സമയത്ത് ജിന്നേന്ന് വിളിച്ചാൽ എപ്പ ശിർക്ക് വരുമോ ആ ശിർക്ക് പ്രതിസന്ധി അകപ്പെടുമ്പോഴും വരും. അത് എപ്പോഴും വരും. അതിന് വിളി മാത്രമല്ല, ഞാൻ പറഞ്ഞത് വിളി മാത്രമല്ല, ഇവിടെ ജിന്നുണ്ട് സങ്കല്പിച്ച് ആ ജിന്നിനെ അഭൗതിക കൽപ്പിച്ച് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ അതും ശിർക്കാണ്. അതുകൊണ്ടല്ല അള്ളാഹുവിന്റെ റസൂലിനോട് കയ്യൊന്ന് ആംഗ്യം കാണിച്ചാൽ മതി എന്നപ്പോൾ അള്ളാഹ് പറഞ്ഞെന്താണ്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കും ഞാൻ ആരാധിക്കൂല എന്ന് പറഞ്ഞാളി എന്ന് പറഞ്ഞത്. അപ്പൊ ജിന്ന് ഉണ്ട് ഒരാൾ സങ്കല്പിച്ച, അല്ലെങ്കിൽ ജിന്ന് മുന്നിൽ കണ്ട് വന്നു വിചാരിക്കാം, മുന്നിൽ വന്നു, ആ ജിന്നിന് ഒരു അഭൗതികത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാള്, ആ വിശ്വാസമുള്ള ഒരാൾ ജിന്നിന് മുമ്പിൽ കയ്യൊന്നിങ്ങനെ കാണിച്ചാൽ അത് ശിർക്കാണ്, കൈയൊന്ന് കൂപ്പിയാൽ അത് ശിർക്കാണ്, കണ്ണൊന്ന് ചിമ്മിയാൽ അത് ശിർക്കാണ്, ഒന്ന് പേടിച്ചാൽ അത് ശിർക്കാണ്, ബഹുമാനിച്ചാൽ അത് ശിർക്കാണ്, സഹായം ചോദിച്ചാൽ അതും ശിർക്കാണ്. അത് പ്രതിസന്ധി അകപ്പെട്ടാലും ശരി പെട്ടിയിലെങ്കിലും ശരി എപ്പോഴായാലും ശിർക്ക് തന്നെ. അല്ല, അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രതിസന്ധി അകപ്പെടുമ്പോഴും പെടാത്തപ്പോഴും ഒക്കെ എല്ലാ തലത്തിലും വേർതിരിവ് നമുക്കറിയാമല്ലോ, വേർതിരിവുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളാരും ഒരാൾ ഒരു പുഴയ്ക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ എന്ന് വിളിച്ചാൽ അത് ശിർക്ക് എന്ന് പറയില്ല. അത് ശിർക്ക് ഉമ്മ അവിടെ ഇല്ല, ഉമ്മ കാണുന്നില്ല കേൾക്കുന്നില്ല, എന്നാലും ശിർക്കാവില്ല. എന്തുകൊണ്ട്? അഭൗതികത കൽപ്പിക്കുന്നില്ല. എന്നാൽ എൻ്റെ ഉമ്മ വീട്ടിലാണെങ്കിലും ഉമ്മ കാണുമെന്നും കേൾക്കുമെന്നും ഉമ്മ മനസ്സ് വെച്ചാൽ ഞാനിപ്പോൾ രക്ഷപ്പെടുമെന്നും വിശ്വസിച്ചാലോ ആ വിശ്വാസം തന്നെ ശിർക്കായി, ആ വിളിയും ശിർക്കായി. ആ വ്യത്യാസം തൗഹീദ് പഠിപ്പിക്കുന്നിടത്ത് എല്ലാ രംഗത്തും അനിവാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഞാൻ ഉദ്ദേശിച്ച നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഇപ്പൊ സക്കരിയ സ്വലാഹി പറയണ്ടല്ലോ, അല്ല അതിന്റെ അടിസ്ഥാനത്തിൽ സക്കരിയ സ്വലാഹി അങ്ങനെ വാദം പറയുന്നു. പണ്ഡിതോചിതമായ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ആ അഭിപ്രായം എന്താണ്? അത് ശിർക്കാണോ? അതിലിപ്പോ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു, പുഴയിൽ പോയി ചാടിയാലും തോട്ടിൽ പോയി ചാടിയാലും എവിടെയും പോയി ചാടിയില്ലെങ്കിലും ശിർക്ക് തന്നെ. അപ്പൊ അത് ശിർക്കാവുന്ന അർത്ഥം. ഏത്? ഈ സക്കരിയ സ്വലാഹിയുടെ വാദം. സക്കരിയ സ്വലാഹിന്റെ വാദം എനിക്കറിയില്ല. അല്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ കേട്ടിട്ടില്ല. സക്കരിയ സ്വലാഹിന്റെ ആ വാദം ഞാൻ കേട്ടിട്ടില്ല. അല്ല, അതിന്റെ ആവശ്യമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. സക്കരിയ സ്വലാഹിന്റെ വല്ല പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു. എന്നെ കുറിച്ച് തെറ്റിദ്ധാരണ പറയ്. എന്നാ വായിക്ക്. നിങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാത്രമല്ലല്ലോ ഇവിടെ നിങ്ങൾക്കും ഇവിടെ അതാണ്. ഇത് എന്റെ ചെലവിൽ ഞാൻ സംഘടിപ്പിച്ച എന്റെ പരിപാടി. അതൊക്കെ ഓക്കെ, നിങ്ങളെ ചെലവില് സംഭവിച്ചാണ്. പക്ഷെ ഇത് കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു വിഷയം. വായിക്ക്, സലാഹി വായിച്ചു എഴുതി വായിക്ക്, ആ വാചകം വായിക്ക്. ഒന്ന് തെരഞ്ഞു നോക്കട്ടെ. ലേഖനം ഫുള്ള് വായിക്കല്ല. എന്നാ വേണേ അപ്പോഴേക്ക് സുനീർ ചോദിച്ചോട്ടെ. സുനീർ റെഡി ആയിക്കാണ്. സഹോദരങ്ങളെ, നൗഫലിന് ഇതുവരെ ചാൻസ് കൊടുത്തത് വേങ്ങര ഞങ്ങളുടെ മണ്ഡലത്തിന്റെ ISM സെക്രട്ടറി എന്നുള്ള നിലക്കാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് സമയം കൊടുത്തത്. ഒരു പണ്ഡിതനാണ്, അൻസാരിയാണ്, ഖുതുബ പറയുന്ന ആളാണ്. ഇനിയും അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. ശരി, മറ്റൊരു സഹോദരനുണ്ട്, വേങ്ങരയിലുണ്ട്. വേങ്ങരയുള്ള ആളല്ലേ? സുനീർ ചോദിച്ചോട്ടെ. നൗഫലെ തെരയോളം ചോദിച്ചോ.
ശ്രദ്ധിക്കാം, സുനീർ വേങ്ങരക്കാരനല്ല, കോഴിച്ചനയാണ്, എന്റെ സുഹൃത്താണ്. പ്രശ്നമില്ല, ചോദിക്കട്ടെ. അപ്പൊ ഇവിടെ ഇപ്പോ ഫൈസൽ മുസ്ലിം ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതികം അഭൗതികം പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധരിപ്പിച്ച വാക്കിഞ്ഞ് പറയരുത്. അപ്പൊ നൗഫലിനെ ഒഴിവാക്കിക്കണേ. തെറ്റിദ്ധാരണ എന്താന്ന് പറയാം. ഈ ഭൗതികം അഭൗതികം എന്ന് പണ്ഡിതന്മാർ എഴുതിയ ഓരോ വാചകങ്ങൾ എടുത്തിട്ടാണ്. ഇവിടെ ഭൗതികം അഭൗതികം എന്നുള്ള വാചകം പണ്ഡിതന്മാർ എഴുതിയത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പണ്ഡിതന്മാരെ ഞാൻ വായിക്കാൻ പല ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കിയെടുത്തോളം അഭൗതികം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് കാര്യകാരണ ബന്ധത്തിനപ്പുറം എന്നുള്ളതാണ്. അല്ല, ഭൗതികം എന്നത് മലയാള വാക്കാണ്. മതി, അതന്നെ ഞാൻ മനസ്സിലാക്കി. ഞാനും മനസ്സിലാക്കി. അതന്നെ ചോദിക്കും ചോദ്യം. അപ്പൊ ഇവിടെ KJ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരെ സംബന്ധിച്ച് ജിന്നുകളും മനുഷ്യർ അബോധികമാണെന്നാണ്. അല്ലാതെ ജിന്നും മലക്കും അള്ളാഹിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജിന്നും മലക്കും അബോധിക ജീവികളെന്നല്ല. അതിനാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബൗദ്ധികവുമായ ജിന്നിനോട് അവയുടെ കൈവിൽപ്പെട്ടതോ അല്ല, അതാണ് മനുഷ്യരെ സംബന്ധിച്ച്. അത് ഇപ്പൊ ഇതുവരെ നിങ്ങൾ തെളിവാക്കി കൊണ്ടുനടന്നിരുന്ന ചെറിയമുട്ടം അബ്ദുൽ ഹമീദ് മദനി വരെ ഇപ്പോൾ സബാബിൽ അത് എഴുതി കഴിഞ്ഞു. ചെറിയ സബാബ് പറഞ്ഞത്, അതിനാൽ മനുഷ്യരെ അപേക്ഷിച്ച് അവരെ അഭൗതിക സൃഷ്ടികളെന്നോ ഗൈബിയായ സൃഷ്ടികളോ എന്നോ വിളിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് അഭൗതികം എന്ന വാക്ക് മലയാള വാക്കാണ്, അറബിയിലുള്ള വാക്കല്ല. കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം എന്നുള്ളതാണ് ആ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് മുഴുവനും. അപ്പൊ കാര്യകാരണ ബന്ധത്തിനപ്പുറം നമ്മളെ ഉപദ്രവിക്കാനോ സഹായിക്കാനോ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും കഴിയുമെന്ന് വിശ്വസിച്ചാലും അത് ശിർക്കാവും എന്നാണ് സിഹറിന്റെ വിഷയം. കാര്യകാരണം എന്താണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വളരെ ക്ലിയർ ആണ്, സുനീറിന്റെ വിശ്വാസം ക്ലിയർ ആണ്, തെറ്റില്ല, ക്ലിയർ ആണ്, ഞാൻ അംഗീകരിക്കുന്നു. ഉണ്ട്, ചോദിക്കാം. നമുക്ക് 10 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് എല്ലാവർക്കും തയ്യാറാണെങ്കിൽ ശേഷം നമുക്ക് കുറച്ച് ഇരിക്കും ചെയ്യാം. അതായത് സുനീർ പറഞ്ഞ് ക്ലിയർ ആണ്. അത് ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിലും പറഞ്ഞു. അതായത് അദൃശ്യരാണ് ജിന്നുകൾ, അതും മനുഷ്യരെ അപേക്ഷിച്ചാണ്. ഒരു ജിന്നിന് വേറെ ജിന്നിനെ കാണാൻ പറ്റും. അവർ തമ്മിൽ എന്തല്ല, അദൃശ്യരല്ല. മലക്കുകൾ തമ്മിൽ അദൃശ്യരല്ല. ഒരു മനുഷ്യനെ അപേക്ഷിച്ച് ജിന്ന് അദൃശ്യമാണ്, മലക്ക് അദൃശ്യമാണ്. ആ അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിക്കാം. പക്ഷെ ആ അഭൗതികം കൊണ്ട് ശിർക്ക് വരുന്നില്ല. ആ അഭൗതികം കൊണ്ട് ശിർക്ക് വരുന്നില്ല. അപ്പൊ ശിർക്ക് വരുന്ന അഭൗതികത അതല്ല. കുഞ്ഞീദ് മദനി എഴുതിയത് അഭൗതികമായ ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന അഭൗതികം ഈ പറഞ്ഞ അഭൗതികമല്ല. ഏത്? അദൃശ്യം എന്ന അർത്ഥത്തിൽ മാത്രമുള്ള അഭൗതികമല്ല കുഞ്ഞീദ് മദനി ഉദ്ദേശിച്ച അഭൗതികം. അതുകൊണ്ടാണ് അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്ന് മൗലവി എഴുതിയത്. അതുകൊണ്ടാണ്. അപ്പൊ ഒരു പടപ്പിനും ഇല്ലാത്തൊരു കഴിവ് ജിന്നും മലക്കും നമ്മൾ അപേക്ഷിച്ച് അദൃശ്യമെന്നോ അജ്ഞാതമെന്നോ ഇനി വേണമെങ്കിൽ അഭൗതികമെന്നോ പറഞ്ഞാലും തെറ്റല്ല. ആ അഭൗതികമെന്ന വാക്ക് കൊണ്ട് ജിന്നിനോടുള്ള എല്ലാം ശിർക്കായി വരുന്നില്ല. നേരെ മറ്റേ അഭൗതികത്തിലാണ് ശിർക്ക് സംഭവിക്കുന്നത്. ആ അഭൗതികത ഉണ്ടെങ്കിൽ ചോദിക്കൽ മാത്രമല്ല എല്ലാം ശിർക്കായി. ഇനി സുനീർ പറഞ്ഞ ഈ അഭൗതികത കൊണ്ടും ശിർക്ക് വരുമെന്നാണെങ്കിൽ മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യമായതിനാൽ അഭൗതികമെന്ന് പറയുകയും മനുഷ്യനെ അപേക്ഷിച്ച് അഭൗതികം, KJ ഫത്വ പോലും അത്രേ പറഞ്ഞിട്ടുള്ളൂ, മനുഷ്യനെ അപേക്ഷിച്ച് അഭൗതികമാണ്. എന്നാൽ KJ ഞാനും അനീഫ് കാക്കയും കൊടുത്ത പ്രബന്ധമാണിത്. ഈ പ്രബന്ധത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത എന്താണ്, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അജ്ഞാതവുമാണ് എന്നാണ്. അദൃശ്യവും അജ്ഞാതവുമാണ്. ഈ പ്രബന്ധം അടിസ്ഥാനമാക്കിയിട്ടാണ് KJ ആ മെമ്മോ അയച്ചത്. ഞാനും കായക്കൊടിയും കഴിഞ്ഞ ജനുവരിയിൽ കൊടുത്ത പ്രബന്ധം. ആ പ്രബന്ധം അടിസ്ഥാനമാക്കിയിട്ടാണ് KJ ഈ സർക്കുലർ അയച്ചത്. അപ്പൊ ഇതിൽ പറഞ്ഞ അദൃശ്യവും അജ്ഞാതവും അത് അവിടെയും പറഞ്ഞു മനുഷ്യനെ അപേക്ഷിച്ച് അഭൗതികമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അഭൗതികമല്ല, മനുഷ്യനെ അപേക്ഷിച്ച് അഭൗതികമാണ്. ആ അഭൗതികതയിൽ ശിർക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ അഭൗതികതയിലും ശിർക്ക് വരുമെന്നാണെങ്കിൽ, ആ അഭൗതികത വകവെച്ചാൽ തന്നെ ശിർക്ക് വരും എന്നാണ് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേട്ടം മാത്രമല്ല, ചോദ്യം മാത്രമല്ല, മറിച്ച് പേടിക്കൽ ശിർക്കാവും. അപ്പൊ ശൈത്താനെ എങ്ങനെ പേടിച്ചാലും ആ പേടി ശിർക്കായി മാറും അഭൗതികമാണെങ്കിൽ. ശൈത്താനെ എങ്ങനെ സ്നേഹിച്ചാലും ആ സ്നേഹവും ശിർക്കായി മാറും.
ശൈത്താന് വേണ്ടി ആൾ എന്ത് ചെയ്താലും അത് ശിർക്കായി മാറും. അതുകൊണ്ടാണ് ശൈത്താനെ പൂജിക്കുന്ന പൂജകന്മാർ ചോദിക്കുന്ന ഫത്വകളിലെല്ലാം പണ്ഡിതന്മാർ കൊടുത്തു ശിർക്കാണ് 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 ശിർക്കാണ്. എന്താ? ഓന്റെ വിശ്വാസം അതാണ്. ഞാൻ വിളിച്ചോടത്തൊക്കെ ശൈത്താൻ വരും, ഞാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഓൻ പോകും, ഞാൻ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്ന് തരും, ഞാൻ പറഞ്ഞ എല്ലാ പണി എടുത്തരും. ഈ വിശ്വാസം തന്നെ ശിർക്ക് വരുന്നു. അപ്പൊ പിന്നെ ഓന്റെ ഏത് ചോദ്യവും ശിർക്ക് വരും. കാരണം എന്താ? ഓന്റെ വിശ്വാസം തന്നെ ശിർക്കാണ്. അത് തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പൊ ഏതായിരുന്നാലും അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പറയാം, അത് തെറ്റല്ല. ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതല്ലേ, കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്ത് നമ്മൾ വിളിച്ചാല് സഹായിക്കാൻ കഴിവുള്ള ഒരു ജീവികളാണ് ജിന്നുകളെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഇവിടെ ഞാൻ പറഞ്ഞു കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ അഭൗതികം മാത്രമല്ല, അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇതിന്ന് മനസ്സിലാക്കി വന്നതാണ് നിങ്ങളെ പോലെ. അപ്പൊ പഠിച്ചിട്ടുള്ള നിങ്ങളോടടക്കം വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറയണത്. നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ നാരായണത്ത് തന്നെ പണിയെടുക്കണേ മേലെ കൊണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ അടിക്കിട്ടാണ് ഇപ്പോ. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിപ്പിച്ച തൗഹീദ് തന്നെ ഞാൻ പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യകാരണ ബന്ധം ഞാൻ മനസ്സിലാക്കിയതും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതും രണ്ടാണ്. ഒന്ന്, നമ്മളുടെ ഭൗതിക മെറ്റീരിയൽ വേൾഡിൽ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളാവുന്നതും, രണ്ടാമത്തത് അള്ളയും റസൂലും പഠിപ്പിച്ചതും ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്വഹിയായി വന്ന റിപ്പോർട്ടുകളിൽ വന്ന കാര്യങ്ങൾ, അത് രണ്ടാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ഈ രണ്ട് കാര്യത്തിനപ്പുറം നമ്മൾ വിളിച്ചാൽ ജിന്നുകൾ, ഇപ്പൊ ഇത് ശിർക്കല്ല, ജിന്നുകളെ വിജനപ്രദേശത്ത് നിന്ന് വിളിച്ചാൽ ശിർക്കല്ല, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഭൗതികമായിരിക്കണം, ഭൗതിക മെറ്റീരിയൽ വേൾഡാണ്. നിങ്ങൾ പറഞ്ഞ ഭൗതികമല്ല, ഞാൻ ആദ്യം പറഞ്ഞ മനുഷ്യരെ. പിന്നെ ഒരു കാര്യം ഇതിനു മുമ്പ് പറയാള്, ഇനി നിങ്ങൾ KJU ഭൗതിക അഭൗതികം എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ തന്നെ സംഭവിച്ചു KJUന്റെ സർക്കുലറിൽ മനുഷ്യരെ സംബന്ധിച്ചാണ്, അത് ശരിയാണെന്ന് ഇവിടുന്ന് സംബന്ധിച്ചത്. ഇനി നിങ്ങൾ ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താ? KJU പറഞ്ഞു ഇവരൊക്കെ മുശ്രിക്കായി എന്ന് പറഞ്ഞത്. ഇപ്പം ഇവിടുന്ന് വിഷയം അല്ല, ഒരു മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്, KJUന്റെ സർക്കുലറിൽ വന്നതോടുകൂടി KNM ഇതിലൊക്കെ ഉള്ളവർ വിശ്വസിക്കുന്നത്. കാരണം വൈബിയായ വിശ്വാസം, അഭൗതികമായ വിശ്വാസം വന്നാൽ തന്നെ ശിർക്ക് വന്നു എന്ന വാദം. അപ്പൊ നിങ്ങൾ സമ്മതിച്ചു, മനുഷ്യരെ സംബന്ധിച്ച് അത് ശരിയാണെന്ന് പറഞ്ഞു, KJUന്റെ സർക്കുലർ ശരിയാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞത് രണ്ട് കാര്യകാരന്റെ ബന്ധം, ഒന്ന് പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളിൽ വരുന്ന സൃഷ്ടി, രണ്ടാമത്തത് ഈ അള്ളയും റസൂലും പഠിപ്പിച്ചത്. ഈ രണ്ട് കാര്യകാരണ ബന്ധത്തിൽ എവിടെയെങ്കിലും നമ്മൾ വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കുമ്പോൾ സഹായിക്കാൻ കഴിവുള്ള ജീവികളാണ് മലക്കും ജിന്നും എന്നുണ്ടോ? ഇല്ല എങ്കിൽ ആ വിശ്വാസം അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം തൗഹീദിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ശിർക്ക് വരും. അപ്പൊ ഇവിടെ ഇതിന് വെളിപ്പെടേണ്ടത് ഈ രണ്ടാലും, ഒന്നുകിൽ നിങ്ങൾ പറയണം അത് മനുഷ്യരെ പോലെയുള്ള ഭൗതിക ജീവികളാണ്, ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഭൗതിക ജീവികൾ. ഞാൻ പറയുന്നു അള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളയും മനുഷ്യരെ പറയുമ്പോൾ അല്ലല്ലാത്ത ഒക്കെ ഭൗതികമാണ്. അതിവിടെ നമ്മൾ തർക്കമില്ല. മനുഷ്യരെ സംബന്ധിച്ച് അഭൗതികം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ശിർക്കല്ല, വിജനപ്രദേശത്ത് നിന്ന് വിളിച്ചാൽ നിങ്ങൾ പണ്ഡിതന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അങ്ങനെയാണ് നബവിനെ മുസ്തഷ്ഫിയം ബി റസൂലിനാക്ക് ശ്രദ്ധാക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ രണ്ട് വിഷയത്തിൽ നിങ്ങൾ പറയേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തെളിയിക്കണം. ഒന്നുകിൽ ഇത് ഭൗതിക ജീവികളാണ്, മനുഷ്യരെ പോലെ തന്നെ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി ഈ തെളിയിക്കണം വിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹിയായ ഹദീസിൽ നിന്നോ. ജിന്നുകൾ ഇവിടുത്തെ സംസാരം കേൾക്കുന്നുള്ളതല്ല, നമ്മൾ സഹായത്തിന് അപേക്ഷിക്കുമ്പോൾ സഹായിക്കാൻ, അത് കേട്ടിട്ട് സഹായിക്കാൻ കഴിവുള്ള ജീവികളാണ് മലക്കും ജിന്നും എന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടെങ്കിൽ തെളിയിച്ചാൽ ശിർക്കല്ല എന്ന് പറയാം. അല്ലെങ്കിൽ അത് തൗഹീദിന്റെ വിഷയത്തിലുള്ള അന്ധവിശ്വാസമാണ്, അത് ശിർക്കാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ വായിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഒരു ഇതും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പിശാചിന്റെ കാര്യത്തിൽ വന്നപ്പോൾ, മലക്കിന്റെ കാര്യത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? റഖീബ് അതീദിനോട് രാവിലെ ഉണർത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഷിർക്കാന്ന് പറഞ്ഞത്. അതുപോലെ യാ ജിന്നൽ ബൈത്ത്, വീട്ടിലുള്ള ജിന്നേന്ന് വിളിച്ചപ്പോൾ ഷിർക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭൗതികാബോധം. ഇനി ഇതിൽ നിങ്ങളുടെ പ്രസംഗത്തിൽ നേരത്തെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി എവിടെയും KNMന്റെ സർക്കുലറിൽ നിന്ന് അബോധികം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് KNM-രെ ഒക്കെ പാടെ മുശ്രിക്കായി എന്നുള്ള വാദം നിങ്ങൾ കരച്ച് നേരത്തെ പറഞ്ഞു. ഞങ്ങളെല്ലാം മുശ്രിക്കായത് ഇത് വാദം പറഞ്ഞ പോലാണെന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ പറയാൻ പറ്റില്ല, ഞാൻ ഫസ്റ്റ് മുതലുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ പറയരുത്. മനസ്സിലായി? KNM-കാർ എന്ന് പറഞ്ഞാൽ ഞാൻ KNM-ന്റെ ശാഖ ജോയിന്റ് സെക്രട്ടറിയാണ്. പുതുപ്പറമ്പ് ശാഖ KNM-ന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ. കോട്ടക്കൽ മണ്ഡലം KNM-ന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട ഒരു അംഗമാണ് ഞാൻ. അതുകൊണ്ട് KNM-കാർ മുശ്രിക്കാനെ എനിക്കും ബാധകമല്ലേ? എനിക്കും ബാധകമാണല്ലോ. അപ്പൊ അതേതായാലും ഉണ്ടാവില്ല. KNM ശിർക്കിലേക്ക് പോയിട്ടേ ഇല്ല. KNM 100% തൗഹീദിൽ തന്നെയാണ്. KNM ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ആരും ശ്രമിച്ചാൽ സമ്മതിക്കൂല. KNM ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ അത് ആര് ശ്രമിച്ചാലും അത് ജീവനുള്ള കാലത്തോളം സമ്മതിക്കൂല. അപ്പൊ KNM-കാർ ശിർക്ക് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത് ഒരിക്കലും ഇനി പറയരുത്. അത് നമ്മളെവിടെയും പറയുകയുമില്ല. യഥാർത്ഥത്തില് ഇപ്പൊ സുനീർ പറഞ്ഞ ഒരു അസുല് മുസ്ലിം ലോകത്ത് പരിചയമില്ലാത്ത ഒരു അസുലാണ്. അതായത് പറഞ്ഞു വെച്ചാൽ നമ്മൾ സഹായിക്കാൻ കഴിയുന്ന അള്ളി റസൂലും പറഞ്ഞെങ്കിൽ ശിർക്കല്ല, ഇല്ലെങ്കിൽ ശിർക്കാണ്.
അപ്പൊ നമ്മൾ സാധാരണ ഇനി എവിടെ പോയി എന്ത് ചോദിക്കുമ്പോഴും അല്ല ഓമ്പ സഹായിക്കുന്ന അള്ളാഹു റസൂലും പറഞ്ഞേക്കണോ, ഇല്ലെങ്കിൽ ഇനിയിപ്പോ ചോദിക്കാൻ പറ്റൂല എന്ന് പറയേണ്ടി വരൂലേ? ഒരാൾ ഒരു ആനയെ കൊണ്ട് മരം പിടിപ്പിച്ചു, ശിർക്കല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യ കഴിഞ്ഞ അപ്പുറത്താണ്. ഇത് കണ്ട വേറൊരു മനുഷ്യൻ ഒരു പൂച്ചയെ കൊണ്ട് മരം പിടിപ്പിച്ചു. പൂച്ചന്റെ കഴുത്തിൽ കയറിട്ടിട്ട് മരത്തമ്മ കെട്ടി വലിക്കടാണ്. എന്തിനാടാ ശിർക്ക് ചെയ്യണ് എന്ന് നമ്മൾ ചോദിക്കലില്ല. എന്തിനാണ് ആ ജീവനെ ഇടങ്ങാറാക്കണെന്ന് ചോദിക്കുള്ളൂ. എന്നാ പൂച്ച മരം പിടിക്കുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല, എന്നാ ശിർക്കാവോ? അപ്പൊ ശിർക്കും തൗഹീദും വേർതിരിക്കാൻ കൃത്യമായൊരു മാനദണ്ഡം ലോകത്തുണ്ട്. അത് തെറ്റിദ്ധരിച്ചതാണ് സുനീറിന് പറ്റിയത്. സാധാരണ എല്ലാ വിഷയത്തിലും എൻ്റെ വീട്ടിൽ എപ്പോഴും വരുന്ന സുനീർ ഈ വിവാഹത്തിൽ വന്നില്ല. തൗഹീദിൻ്റെക്ക് പഠിച്ചു പറഞ്ഞല്ലോ. ഈ പ്രശ്നത്തിൽ ഇതുവരെ സുനീർ വന്നിട്ടില്ല, വിളിച്ചിട്ട് പോലുമില്ല. സാധാരണ എന്ത് വന്നാലും സുനീർ സാധാരണ വില എൻ്റെ വീട്ടിൽ കാണല്ലോ. ഞാൻ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വരാറുണ്ട് പല ആവശ്യങ്ങൾക്കും. സാധാരണ ലഘുലേഖ കോഴിച്ചണ യൂണിറ്റിൽ എപ്പോൾ തയ്യാറാക്കിയാലും ഞാൻ കൂടി ഉൾപ്പെട്ട്, ഞാൻ എൻ്റെ മഹത്വം പറയില്ല, ഞാനും കൂടി ഉൾപ്പെട്ടിട്ടാണല്ലോ അതുണ്ടാവാറുള്ളത് എന്ന സ്ഥിതിക്ക് ഈ ഒരു വിഷയത്തിൽ സുനീറും കൂടെയുള്ള പലരും, അതിൽപ്പെട്ട പലരെയും ഞാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, സുഹൃത്തെ, വ്യക്തിബന്ധങ്ങൾ നിലനിർത്തിക്കൂടെ? ഞാൻ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാൾ, എപ്പോഴും നിങ്ങളെ കൂട്ടത്തിൽ എൻ്റെ വീട്ടിൽ വരുന്ന ഒരാൾ ഇപ്പം അടുത്ത സ്വപ്നം കണ്ടു അദ്ദേഹത്തെ. അപ്പം ഞാൻ പിറ്റേന്ന് വിളിച്ചു, ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിങ്ങൾ തീരെ ബന്ധം മുറിച്ചപ്പോൾ ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ വിഷയത്തിൽ സുനീർ നല്ല നിലയ്ക്ക് ചോദിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ തെറ്റിദ്ധാരണയാണ്. അള്ളാഹും റസൂലും പഠിപ്പിച്ച, നമുക്ക് നിശ്ചയിച്ചു തന്ന വഴികളുണ്ട്. ആ വഴികളെ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാത്ത വഴികൾ ഉപയോഗപ്പെടുത്തിയാൽ ശിർക്ക് വരും എന്നല്ല അതിനർത്ഥം. അല്ലാത്ത വഴികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ശിർക്ക് വരുന്നതുണ്ടാവും, വരാത്തതുണ്ടാവും. ഇപ്പൊ സാധാരണഗതിയിൽ ദാഹം മാറാൻ അള്ളാഹും റസൂലും പഠിപ്പിച്ച വഴിയാണ് വെള്ളം കുടിക്കൽ. ഒരാൾ ദാഹം മാറാൻ വേണ്ടി മദ്യപിച്ചു, ഇത് ശിർക്ക് വരില്ല. എന്തുകൊണ്ട്? ഒരാൾ പറയാ ദാഹം മാറാനുള്ള കാര്യകാരണ ബന്ധമായി മദ്യത്തെ അള്ളാഹു റസൂൽ നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് ഇല്ലാത്ത കാര്യകാരണ ബന്ധം ഉപയോഗിച്ചപ്പോൾ ശിർക്കായി എന്ന് പറയില്ല. മറിച്ച് ദാഹം മാറാനുള്ള കാര്യകാരണ ബന്ധം തന്നെയാണ് മദ്യം, പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് അനുവാദമില്ല, അതുകൊണ്ട് ഉപയോഗപ്പെടുത്തിയാൽ ഹറാമ് വരുന്നു. എന്നപോലെ സന്താനമുണ്ടാവാനുള്ള ഒരു കാര്യകാരണ ബന്ധമായി ഒരുത്തൻ വ്യഭിചാരത്തെ ഉപയോഗപ്പെടുത്തി എങ്കിൽ ശിർക്ക് ചെയ്തിട്ടില്ല. കുട്ടികളുണ്ടാവാനുള്ള കാര്യകാരണ ബന്ധം തന്നെയാണ് വ്യഭിചാരം, പക്ഷെ ആ കാര്യകാരണ ബന്ധം നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ ശിർക്ക് വരുന്നില്ല, അനുവദിക്കപ്പെടാത്ത കാര്യകാരണ ബന്ധത്തിന്റെ പിന്നാലെ പോയി. എന്ന പോലെ ജിന്നും ശൈത്വാനുമൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഇടപെടും എന്ന് ഖുർആനെ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞതാണ്. അത് എപ്പോൾ ആർക്ക് എങ്ങനെ കിട്ടും, അത് വഹി കൊണ്ട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. സുലൈമാൻ നബിക്ക് കിട്ടി, അതെങ്ങനെ കിട്ടി? കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ. അപ്പോൾ സുലൈമാൻ നബിയെ സംബന്ധിച്ച് ആ കാര്യകാരണ ബന്ധം ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് സിംഹാസനം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിന് കഴിവുള്ളവനാണ് എന്ന ഇഫ്രീത്തിന്റെ മറുപടി. അപ്പൊ ഓന്റെ കഴിവ് ഖുർആനിൽ സ്ഥിരപ്പെട്ടു. ആ കഴിവ് പ്രകാരം ഉച്ചയാവുമ്പോഴേക്ക് അത് കൊണ്ടുവരാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ ആ പ്രവർത്തനം കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്. പക്ഷെ സുലൈമാൻ നബിക്ക് അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അനുവാദം കൊടുത്തു, അദ്ദേഹം ഉപയോഗപ്പെടുത്തി. നമുക്കത് ഉപയോഗപ്പെടുത്താൻ അനുവാദമില്ല, അതുകൊണ്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ വകുപ്പില്ല. പിന്നെ ശൈത്വാനെ പൂജിക്കുന്ന ആളുകൾക്ക് ശൈത്വാൻ സഹായിക്കുമെന്ന് സുനീറിനും തർക്കമില്ല, എനിക്കും തർക്കമില്ല. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യവുമാണ്. പിശാച്ച് അവന്റെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകുന്നുവെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജോത്സന്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം മനുഷ്യ ജീവിതത്തിൽ അവർ ഇടപെടുന്നുണ്ട്. പക്ഷെ എപ്പോൾ ഇടപെടും, ആരുടെ ജീവിതത്തിൽ ഇടപെടും, ഏത് രീതിയിൽ ഇടപെടും, അത് അള്ളാഹും റസൂലും പറഞ്ഞു തന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പൊ ശൈത്വാനെ ആരാധിക്കുന്ന, ശൈത്വാനെ പൂജിക്കുന്ന ആളുകൾക്ക് ശൈത്വാനിന്റെ ഇടപെടൽ കിട്ടുന്നു. ആ ഇടപെടലും എന്തല്ല, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല. അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പണിയെ അവൻ ചെയ്യൂ, അതിന് ചെയ്യാൻ കഴിയുന്നതേ അവൻ ചെയ്യൂ. അതാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ പുസ്തകത്തിൽ എഴുതിയത്. ഇതിൽ അദ്ദേഹം പറഞ്ഞു, ശൈത്വാന്റെ ഇടപെടൽ അദ്വൈതാനുഭൂതിയും വഹദത്തുൽ വുജൂദും എന്ന പേരിൽ ഉസ്മാൻ സാഹിബ് എഴുതി. മുൻ പ്രസ്താവിച്ച 2 തരം ആരാധനകൾക്ക് പുറമെ പിശാച്ചിനുള്ള ഉയർന്ന തരത്തിലുള്ള മറ്റൊരു ആരാധനാ മാർഗമുണ്ട്. സ്വയം ദൈവങ്ങളായി മാറുവാൻ കൊതിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെതാണത്.
ഒരു കൂട്ടം സൂഫികളും സന്യാസികളും തങ്ങളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അവർ ധരിക്കുന്ന ദൈവീകാംശവുമായി ലയം പ്രാപിച്ച് ദൈവതുല്യരാകാൻ നടത്തുന്ന ധ്യാനങ്ങളും സാധനകളുമുണ്ട്. അദൃശ്യമായതറിയാനും അമാനുഷികമായ കഴിവുകൾ നേടാനും ദൈവതുല്യരായി ആരാധിക്കപ്പെടാനും വാസനയുള്ള ചില മനുഷ്യരുണ്ട്. അവരെ ഇത്തരം ആരാധനകളും സാധനകളും വേഗത്തിൽ ആകർഷിക്കുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ഭയവും ഇത്തരക്കാർക്ക് ഉണ്ടാവുകയില്ല. പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം ലഭിക്കണമെന്നുള്ള ആശയും ഉണ്ടായിരിക്കുകയില്ല. ഈ ലോകത്ത് അമാനുഷികമായ കഴിവുകൾ ലഭിക്കണം, ജനങ്ങളുടെ ഇടയിൽ ദൈവതുല്യരായി ഗണിക്കപ്പെടണം, ആരാധിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം എന്നെല്ലാമായിരിക്കും ഇവരുടെ ലക്ഷ്യം. ശൈത്വാൻ ഇത്തരക്കാരെ അവരുടെ ലൈനിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് അദ്വൈതാനുഭൂതിയും കശ്ഫും വഹ്ദത്തുൽ വുജൂദും എല്ലാം പിശാച് അനുഭവിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇതൊന്നും എന്തല്ല, അഭൗതികമല്ല, കാര്യകാരണ ബന്ധത്തിന് അപ്പുറമല്ല, ഇതെല്ലാം ഇതിനുള്ളിലാണ്. എന്നാൽ ഈ നിലയിലേക്ക് ഒരു സാഹിറോ ജ്യോത്സ്യനോ എത്തുമ്പോൾ അവൻ പൂജിക്കുന്ന ശൈത്വാനെ കുറിച്ച് അവൻ അഭൗതികത വിശ്വസിക്കുന്നു. താൻ പറയുന്നിടത്തെല്ലാം പോകാനും തനിക്കെല്ലാം സഹായം ചെയ്യാനും തൻ്റെ കൂട്ടാളിയായും തൻ്റെ കൂടെയുണ്ടാകുമെന്ന് അവൻ ധരിക്കുന്നു. ആ ധാരണ ശിർക്കായി. ആ ധാരണയിൽ ചോദിക്കുന്ന ഏത് ചോദ്യവും ശിർക്കായി. അതാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ അവർ ആ ചോദ്യത്തിന് അത്തരം ഫത്വകൾ നൽകിയത് എന്ന് കൂടി സ്നേഹബുദ്ധ്യ ഓർമ്മപ്പെടുത്തി. ചോദിച്ച ചോദ്യത്തിന് ഒരു ചെറിയ യാ ഇബാദല്ലാ അയ്യുനൂനി എന്ന ദുർബലമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് വ്യക്തമായ ശിർക്കാണ് എന്ന് കേരളത്തിലെ ആധികാരികമായ പണ്ഡിത സംഘടന ജമിയത്തുൽ ഉലമ പറഞ്ഞു എന്ന് സുനീർ പറഞ്ഞു. എന്നാൽ ഇക്കഴിഞ്ഞ 2012 ഫെബ്രുവരി 6 ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലർ വേങ്ങര മണ്ഡലം സെക്രട്ടറി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതിൽ അംഗമായി ശിർക്കാണെന്ന് പറയുകയും ഫൈസൽ ഇതിൽ അംഗമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് പാസ്സാക്കുകയും ചെയ്ത ഫൈസൽ മുസ്ലിയാർ പിന്നെ എന്തിനാണ് അതിൽ ശിർക്കില്ല എന്ന് പറയുന്നത് എന്ന് ഒരു സംശയമുണ്ട്. അതിന് വിശദീകരിച്ചാണ്. യഥാർത്ഥത്തിൽ യാ ഇബാദല്ലാ അഈനൂനി എന്ന റിപ്പോർട്ടിനെ കുറിച്ച് അത് ശിർക്കാണ് എന്ന് KJU പറഞ്ഞിട്ടില്ല. സർക്കുലറിലുമില്ല, അല്ലാത്തടത്തുമില്ല. ജിന്നിനോട് സഹായത്തേട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജിന്നിനോടുള്ള സഹായത്തേട്ടം പറഞ്ഞപ്പോൾ അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യാ ഇബാദല്ലാ അഈനൂനി എന്നതിനെപ്പറ്റി ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഏത് യാ ഇബാദല്ലാ ശിർക്കാണെന്നോ? തുബറാനി, അബൂ യഅ്ല, ഇബ്നു സുന്നി മുതലായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസ് ദുർബലവും അസ്വീകാര്യവുമാണ്. അതുകൊണ്ട് ദുർബലമായ ഈ ഹദീസിലെ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അടിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യരായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലുമാണെന്നതോ പ്രസക്തമല്ല. റിജാലുൽ ഗൈബോ ജിന്നോ ആണെന്ന് കരുതി യാ ഇബാദല്ലാ അഈനൂനി എന്ന് വിളിക്കുന്നത് വ്യക്തമായ ശിർക്കാണെന്ന് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവക്ഷ മലക്കുകളാണെന്ന് തോന്നിപ്പിക്കുന്ന റിപ്പോർട്ട് മൗഖൂഫാണെന്നും തെളിവിന് പറ്റില്ലെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ചെറിയ വിയോജിപ്പുണ്ട്. ഇതിൽ ഒരു വിയോജിപ്പുണ്ട്. ഇവിടെയും യഥാർത്ഥത്തിൽ പറഞ്ഞതെന്താണ്? ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട് റിജാലുൽ ഗൈബാണെന്നോ ജിന്നാണെന്നോ ഉദ്ദേശിച്ചാൽ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞത് അങ്ങനെയല്ല. ഷെയ്ഖ് അൽബാനി പറഞ്ഞ സിൽസിലത്തുൽ ഹദീസ് ദഈഫയിൽ 655 നമ്പർ ഹദീസായിട്ടാണ് ഇത് അദ്ദേഹം ചർച്ച ചെയ്തത്. അതിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞത്, ഒന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ 2 പ്രയോഗം ഹദീസിൽ വന്നു. ഒന്ന് ഹാദിറാണ് എന്നും പറഞ്ഞു, നാം കാണാത്തവരാണ് എന്നും പറഞ്ഞു. ഇതിൽ നിന്ന് ഇത് ലഈഫാണ് എന്നതോടൊപ്പം ഫലൈസ ഫീഹി ദലീലുൻ അലാ ജവാസിൽ ഇസ്തിഗാസത്തി ബിൽ മൗതാ മിനൽ ഔലിയാഇ വസ്സാലിഹീൻ, മരിച്ചുപോയ ഔലിയാക്കളെയും സ്വാലിഹികളോടും ഇസ്തിഗാസ ചെയ്യാൻ ഇതിൽ തെളിവില്ല. ലിഅന്നഹുമാ സ്വരീഹാനി, കാരണം ഈ 2 ഹദീസും വ്യക്തമാക്കുന്നു ബി അന്നൽ മഖ്സൂദ ബിഇബാദില്ലാ ഫീഹിമാ ഖൽഖും മിൻ ഗൈരിൽ ബശർ, ഈ പറഞ്ഞ ഇബാദുല്ലാ എന്ന ഇതിൽ പറഞ്ഞ ഈ അടിമകൾ മനുഷ്യരല്ലാത്ത സൃഷ്ടിയാണ് എന്ന് വ്യക്തമാണ്. അൽബാനി പറഞ്ഞത്
മനുഷ്യനല്ലാത്ത സൃഷ്ടിയാണ് എന്ന് വ്യക്തമാണ്. അതെവിടുന്ന വ്യക്തമായത്? നാം കാണാത്ത എന്നും ഹാജറുള്ള എന്നും പറഞ്ഞതുകൊണ്ട് ആ രണ്ട് പ്രയോഗത്തിൽ നിന്ന് ഇത് മനുഷ്യനല്ല എന്ന് വ്യക്തമായി. എങ്കിൽ പിന്നെ ആര്? അദ്ദേഹം തെളിവും പറഞ്ഞു, ഫൈനലില്ലാഹി ഫിൽ അർളി ഹാദിറൻ സയഹ്ബിസുഹു അലൈഹിം, ഹാദിറായവരുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ലാ നറാഹും, നാം കാണാത്തവരുണ്ട് എന്ന് പറഞ്ഞു. ഈ രണ്ട് പ്രയോഗത്തിൽ നിന്ന് ഇത് മനുഷ്യനല്ല എന്ന് വ്യക്തമായി. വഹാദൽ വസ്ഫു, ഈ വിശേഷണം ഇന്നമാ യൻതബിഖു, ഇത് തീർച്ചയായും അനുയോജ്യമാകുന്നത് അദൽ മലായികതി അവിൽ ജിന്നി, ഈ വിശേഷണം യോജിക്കുക ജിന്നുകൾക്കോ മലക്കുകൾക്കോ ആണ്. ഏത്? ഹാജറായ എന്നാൽ നാം കാണാത്ത എന്ന് പറഞ്ഞത് ജിന്നിനോ മലക്കിനോ ആണ് യോജിക്കുക. ലിഅന്നഹുമുല്ലദീന ലാ നറാഹും അദാ, കാരണം സാധാരണയിൽ നമ്മൾ കാണാത്തത് അവരാണല്ലോ. എന്നാൽ മറ്റൊരു ഹദീസിൽ വന്നിരിക്കുന്നു ഇത് മലക്കാണ് എന്ന്. അതുകൊണ്ട് ഇത് മലക്കാണെന്ന് മനസ്സിലാക്കാം. രണ്ടായാലും ശരി, റിജാലുൽ ഗൈബായ ഇൻസ് ജിന്ന്, അൽബാനി അതാ പറഞ്ഞത്, ഫലാ യജൂസു അൻ യുൽഹഖ ബിഹിമുൽ മുസ്ലിമൂന മിനൽ ജിന്നി അബിൽ ഇൻസി മിമ്മൻ യസുമ്മൂനഹും ബിരിജാലിൽ ഗൈബി. സൂഫികൾ റിജാലുൽ ഗൈബ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇൻസ് ജിന്നിൽപ്പെട്ട മുസ്ലിമീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകൾ, അവരെ ഇതിനോട് ചേർക്കൽ അനുവദനീയമല്ല. കാരണം ലിഅന്നൽ ഇസ്തിഗാസത ബിഹിം വതലബുൽ ഔനി മിൻഹും സവാഅൻ കാനു അഹ്യാഅൻ ഔ അംവാത, ആ ഇൻസും ജിന്നും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി മരിച്ചവരാണെങ്കിലും ശരി. കാരണം ലിഅന്നൽ ഇസ്തിഗാസത ഫഇന്നൽ ഇസ്തിഗാസത ബിഹിം, അവരോട് ഇസ്തിഗാസ ചെയ്യൽ, വതലബുൽ ഔനി മിൻഹും, അവരുടെ സഹായം തേടലും ശിർക്കുൻ ബയ്യിനുൻ, വ്യക്തമായ ശിർക്കാണ്. ലിഅന്നഹും ലാ യസ്മഊന ദുആ, അവർ ദുആ കേൾക്കില്ല. അപ്പൊ ഇൻസാവട്ടെ ജിന്നാവട്ടെ രണ്ടായാലും ശിർക്ക് നടന്നത്. ഇൻസാണെങ്കിലും ജിന്നാണെങ്കിലും റിജാലുൽ ഗൈബ് എന്ന വകുപ്പാണോ അവരോടുള്ള ഏത് വിളിയും ദുആ ആണ്, ഏത് വിളിയും ശിർക്കാണ്. കാരണം അവരോട് ഈ പറഞ്ഞ അഭൗതികമായ വഴിയിലല്ലാതെ ആ വിശ്വാസത്തിലല്ലാതെ ചോദിക്കാൻ പ്രശ്നം ഉദിക്കുന്നില്ല. അതാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്. ഇതിൽ ചെറിയൊരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് എന്ത് പറഞ്ഞു? മലക്കാണെന്ന് ധ്വനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിലും മൗഖൂഫാണെന്നും തെളിവിന് പറ്റില്ലെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ശരിയല്ല. മൗഖൂഫായ റിപ്പോർട്ടുണ്ട്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബി പറഞ്ഞ വാക്ക്, അതാണ് മൗഖൂഫ്. നബിയിലേക്ക് എത്താതെ ഒരു സ്വഹാബി പറഞ്ഞ വാചകം, അതാണ് മൗഖൂഫ്. ഇബ്നു അബ്ബാസിൽ നിന്ന് വന്ന റിപ്പോർട്ട് മൗഖൂഫാണ്. പക്ഷെ തെളിവിന് പറ്റൂല എന്നല്ല പറഞ്ഞത്, അത് മർഫൂഇന്റെ ഹുക്ം കൊടുക്കാൻ പറ്റൂല. നബി പറഞ്ഞു എന്ന ആ ദറജയിലേക്ക്, ആ പദവിയിലേക്കുള്ള വകുപ്പ് വെച്ചു കൊടുക്കാൻ ഇത് പര്യാപ്തമല്ല. പക്ഷെ ഷെയ്ഖ് അൽബാനിയോട് എന്ത് പറഞ്ഞു? ഇവിടെ ഉദ്ദേശം മലക്കാണ്, ഉദ്ദേശം മലക്കാണ്. അതാണ് യുഅയ്യിനു ബിഅന്നൽ മുറാദ യുഅയ്യിനു അന്നൽ മുറാദ ബിഖൗലിഹി ഫിൽ ഹദീസിൽ അവ്വലി യാ ഇബാദല്ലാഹ് ഇന്നമാ ഹുമുൽ മലായിക. യാ ഇബാദല്ലാഹ് എന്ന പദം കൊണ്ട് ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെട്ടത് മലക്കുകൾ മാത്രമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള നമ്മുടെ തർക്കപ്രകാരമാണെങ്കിൽ ജിന്നു പെട്ടാൽ ശിർക്കാകുമെങ്കിൽ മലക്ക് പെട്ടാലും ശിർക്കാവണം. ജിന്നും മലക്കുമാണ് നമ്മുടെ തർക്ക വിഷയം. ജിന്നു പെട്ടാൽ ഒക്കെ ശിർക്കാകുമെങ്കിൽ അതേ മാനദണ്ഡം വെച്ച് മലക്ക് പെട്ടാലും ശിർക്കാവണം. പക്ഷെ അൽബാനി പറഞ്ഞു ഹാജറുള്ള നാം കാണാത്ത എന്ന് പറഞ്ഞത് കൊണ്ട് ജിന്നോ